ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് ആൻഡ് ട്രേഡ് പ്ലാൻ ഒന്ന് നോക്കാം. ഇന്ന് 16-ാം തീയതി, ജൂലൈ 16-ാം തീയതിയാണ്. റൈറ്റ്. അപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ്, അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ്, ഏതൊരു രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. റൈറ്റ്. അപ്പം നിഫ്റ്റിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ വെച്ച് എൻ്റെ ഒരു ഓവറോൾ വ്യൂ പറയുകയാണ്. നിഫ്റ്റിയുടെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ വെച്ച് നിഫ്റ്റി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു 1-2 ദിവസത്തിനുള്ളിൽ, അതല്ലെങ്കിൽ ഈ ഒരു എക്സ്പയറിക്ക് അടുത്തായിട്ട് നിഫ്റ്റിയുടെ ഒരു സ്വിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് 25,500 ആണ്. 25,500 അടുത്ത് നിഫ്റ്റി എത്തുക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്, റൈറ്റ്, ആസ് പെർ മൈ അനാലിസിസ്. റൈറ്റ്. അപ്പം ഇതെൻ്റെ ഒരു ഓവറോൾ വ്യൂ മാത്രമാണ്. ഇനി മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്, അതിൻ്റെ ഒരു ഡേറ്റ എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുന്നത്, അത് കണക്കായിരിക്കും ഈ ഒരു ടാർഗറ്റിൽ എന്തെങ്കിലും മാറ്റം വരികയോ അല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്നത്. റൈറ്റ്. ഇപ്പോൾ ഒരു കറണ്ട് മാർക്കറ്റിൻ്റെ ഒരു ലെവലും സെൻറ്റിമെൻറ്റും വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ 25,280 അടുത്താണ് നിഫ്റ്റിയുടെ ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. റൈറ്റ്. നിഫ്റ്റിയുടെ അടുത്തായിട്ട് നമുക്ക് പ്രീവിയസ് ഡേയുടെ, അതായത് ലാസ്റ്റ് ഡേയുടെ ഹൈ പോയിന്റും അതുപോലെ തന്നെ ലോ പോയിന്റും മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി സോൺസ് ആണ്. അതായത് ഈ 2 പോയിന്റിലേക്കും മാർക്കറ്റ് ടാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഹയർ സൈഡിലായതുകൊണ്ട്, റൈറ്റ്, ഈ ഹയർ ലിക്വിഡിറ്റിയുടെ അടുത്തായിട്ടാണ് മാർക്കറ്റിൻ്റെ ക്ലോസിങ് വന്നിട്ടുള്ളത് കൊണ്ട് മാർക്കറ്റ് ഫസ്റ്റ് ടാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു മേജർ ചാൻസ് ഉള്ളത് മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ അപ്പ് സൈഡിൽ, അതായത് ഈ 25,300 എന്നുള്ള ലെവല് ടാപ്പ് ചെയ്യാനാണ് സാധ്യത. ഇവിടെ ഇത്രയും പറ്റേ ലിക്വിഡിറ്റി കിടക്കുന്നതുകൊണ്ട് തന്നെ, റൈറ്റ്, ഒരു ബുള്ളിഷ് ഓപ്പണിംഗ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇതിവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ടാപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമോയെന്ന് എനിക്കറിയത്തില്ല. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ചാൻസ് കുറവാണ്, റൈറ്റ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് വല്ലതും ആണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഈ 25,300 ടാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനെ ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റിന് ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റിജക്ഷനോ റിയാക്ഷനോ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ 25,375 ആണ്. റൈറ്റ്. ഇവിടെ ഞാൻ ടോട്ടലി ബുള്ളിഷ് അല്ല, അതായത് അഗ്രസീവ് ഒരു ബുള്ളിഷ് വ്യൂ എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോവർ പോയിന്റിലും, അതായത് ഈ 25,150 എന്നുള്ളൊരു പോയിന്റിലും 25,150 എന്നുള്ള പോയിന്റിലും നമുക്ക് എന്താണ്, ഒരു ലിക്വിഡിറ്റി പെൻഡിങ് ആണ്. ഈ ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡിൽ ഒരു ലിക്വിഡിറ്റി പെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് ടോട്ടലി എന്താണ്, ഒരു കണ്ണും പൂട്ടി നമുക്ക് ബുള്ളിഷ് ആകാൻ പറ്റത്തില്ല. റൈറ്റ്. ബിഗ് പ്ലേയേഴ്സ് ഇപ്പോൾ ബൈ സൈഡിൽ നിന്ന് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരോട് അപ്പ് സൈഡ് ടാർഗറ്റ്സിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവറോൾ കൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റ് ബുള്ളിഷ് ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി പെൻഡിങ് ഉണ്ട്. ഇതിനെ മാർക്കറ്റ് എങ്ങനെ ടാപ്പ് ചെയ്യുന്നതെന്ന് കൂടെ നമുക്കറിയണം. ഇവിടുന്ന് വന്നിരിക്കുന്നത്, ഈ പോയിന്റിൽ നിന്ന് പ്രോപ്പറായിട്ട് ബയ്യേഴ്സ് ആണ് വന്നിരിക്കുന്നത്. റൈറ്റ്. സോ ഇതൊരു ഇൻസൈഡ് ലിക്വിഡിറ്റി ആയതുകൊണ്ട് ആ ഒരു ഓവറോൾ മൊമെൻറ്റം തുടങ്ങിയിരിക്കുന്നത് 25,750 25,075 എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് ഇവിടുന്ന് വന്നിരിക്കുന്ന ബയ്യേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ടും ചിലപ്പം അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പുഷ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പം ഫസ്റ്റ് ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് ഇവിടുന്ന് എങ്ങനെയാണ് ഓപ്പണിംഗ് എന്ന് നോക്കുക, എന്നിട്ട് അപ്പ് സൈഡിലേക്ക് പോയി ഇവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു എൻട്രി പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 25,375 എന്നുള്ളൊരു പോയിന്റ് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽ വരുന്നത് 25,425 എന്നാണ്. റൈറ്റ്. ഇത് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ടാർഗറ്റ് സെറ്റായിരിക്കുന്നത് ചിലപ്പം ഈ 25,450 എന്നുള്ള ലെവലിലേക്ക് വരാൻ വേണ്ടിയായിരിക്കും നിഫ്റ്റി ശ്രമിക്കുന്നത്. റൈറ്റ്. ഇതായിരിക്കും യെല്ലോ സോൺസ് ആണ് മാർക്കറ്റിൻ്റെ ഒരു മാഗ്നറ്റിക് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ്. ഇവിടുന്ന് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിനെ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിടക്ക് മാർക്കറ്റിന് ചില സമയത്ത് എന്താണ്, ഈ ഒരു
റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റിന് റിയാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പം ഇവിടുന്ന് ഇത് കൂടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താണ് കിട്ടുന്നതെങ്കിൽ, ചെറിയ ചെറിയ പോയിന്റ്സ് ആണിത്, വലിയ ഡിസ്റ്റൻസ് ഇല്ല. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25,450 ഇല്ലെങ്കിൽ 25,488 എന്നുള്ള പോയിന്റ്, അതായത് ഇവിടെ ഏകദേശം ഒരു 50 പോയിന്റ്സിന്റെ മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്, ഈ ഒരു സോണിൽ. അതല്ല മാർക്കറ്റ് ഇതിന്റെ താഴെ ഇല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇതിന്റെ താഴത്തേക്ക് വന്ന് ഈ ഒരു ലെവലിന്റെ താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, ഇവിടുന്ന് റിയാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. അതായത് 25,150യിലേക്കോ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ 25,110 എന്നുള്ള ലെവലിലേക്കോ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. റൈറ്റ്. നമ്മൾ മാർക്കറ്റിൽ വരാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. റൈറ്റ്. ഇതിപ്പം ഒരു അപ്പർ റേഞ്ചിൻ്റെ അടുത്താണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സോൺ ആയിരിക്കും ടാപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്. റൈറ്റ്. അതല്ല സെൻറ്റർ ആയിട്ടാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഒരു ഡയറക്ഷൻ കാണിച്ചു തരും. ഒന്നെങ്കിൽ ഇത് അപ്സൈഡിലേക്ക് പോയി ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ല സെൻറ്ററിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇതാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് റിയാക്ഷൻ തരണം. അതായത് വീണ്ടും ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ഒരു കൺഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട സോൺ എന്ന് പറയുന്നത് 25,150യും അതുപോലെ തന്നെ ഈ 25,100 എന്നുള്ള സോണാണ്. റൈറ്റ്. മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സെൻറ്റിമെൻ്റ് എന്ന് പറയുന്നത് ഈ 25,550 എന്നുള്ളൊരു സോണിലേക്കാണ് ഞാൻ ഇത്തിരി കൂടെ ബയസ്ഡ്, ഞാൻ ഇത്തിരി കൂടെ ബുള്ളിഷ് ആയിട്ടാണ് മാർക്കറ്റിന് ഇപ്പം കൺസിഡർ ചെയ്യുന്നത്. നിഫ്റ്റി ഒരു അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് നിഫ്റ്റിയുടെ അനാലിസിസ്. അപ്പം നമ്മൾ ലൈവ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും മാർക്കറ്റിൽ ഡേറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രേഡിംഗ് സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ലൈവ് അപ്ഡേറ്റ്സ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ യൂസർ ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് വിത്ത് ഡീലി എന്നാണ്. നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ നിഫ്റ്റിയുടെയും ഗോൾഡിൻ്റെയും ക്രിപ്റ്റോയുടെയും, ഗോൾഡ്, ക്രിപ്റ്റോ, അതായത് ബിറ്റ് കോയിൻ ആണ് കേട്ടോ, വേറെ ക്രിപ്റ്റോ കറൻസീസ് ഒന്നും ചെയ്യുന്നില്ല, ഗോൾഡിൻ്റെയും ക്രിപ്റ്റോയുടെയും അതുപോലെ തന്നെ സ്വിംഗ് സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ്സും കൊടുക്കാറുണ്ട്. ഇൻട്രാഡേയുടെയും കൊടുക്കാറുണ്ട്. ഇൻട്രാഡേ അധികം ചെയ്യുന്നില്ല. സ്റ്റോക്സിൻ്റെ സ്വിങ്സിൻ്റെ അപ്ഡേറ്റ്സും മാർക്കറ്റിൽ എനിക്ക് കിട്ടുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളതിൽ ഷെയർ ചെയ്യാറുണ്ട് ട്രേഡ് വിത്ത് ഡീലി. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെലിഗ്രാം ചാനൽ കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.